പിന്നെ നമുക്ക് കൊച്ചിയിലെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ 4 ബെഡ്റൂംസ് ഉണ്ട്. 4ഉം അറ്റാച്ച്ഡ് ആണ്. നമ്മളിവിടെ താമസമൊക്കെ തുടങ്ങിയോണ്ട് ഹോട്ടൽ പോലെ ഒന്നും അല്ല കേട്ടോ, വീടാണ്. ഈ ഹോട്ടലൊക്കെ പോകുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സാധനം ഹോട്ടല് എത്ര ദിവസം ഉണ്ടാവുന്ന എനിക്കറിയത്തില്ല. ഭംഗി വേണ്ടപ്പോ കുറെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതെ, എല്ലാം കൂടെ നമുക്ക് റെഡി ആവൂല. ന്യൂസിലൻഡ് ഇംഗ്ലീഷ് മാത്രമല്ല സംസാരിക്കുന്നത്, മവോറി എന്ന് പറഞ്ഞൊരു ഭാഷ സംസാരിക്കുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അവിടെ പോയപ്പോഴാണ് മനസ്സിലാക്കി ഇംഗ്ലീഷ്കാർ അവിടെ കുടിയേറിയവരാണ്, അതിക്രമിച്ച് കയറിയവരാണ് എന്നാണ് പറയുന്നത്. ഇത് ഇറ്റാലിയൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ ചെയ്തതാണ്. ദിസ് ഈസ് അവർ ചെറിയ കുട്ടി ലിറ്റിൽ ഹോം. ദുൽഖർ വീട്ടിൽ വന്നിട്ട് നമ്മളൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തു. Hello. Hi Sujit, how are you? I'm good. How are you? Hope you're doing good. I'm a great fan of you. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഹോം ടൂറിന് പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കാം. അതെ, അപ്പം നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ബിരിയാണി റെഡിയാണ്. ഹോം ടൂറിന് തൊട്ട് മുമ്പ് ഫുഡൊക്കെ അടിച്ച് എന്തായാലും നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ശ്വേതൊക്കെ പറയുന്നുണ്ടായിരുന്നു ബിരിയാണി നമ്മൾ ഉണ്ടാക്കിയല്ല കേട്ടോ, ഓർഡർ ചെയ്തതാണ്. ഇവിടെ ഇന്ന് ഷൂട്ട് ആയതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സോറി, സ്പെഷ്യലി ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ബിരിയാണി കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോം ടൂറിലേക്ക് പോകാം. ഓക്കെ, സോ പ്ലീസ്. അപ്പൊ കറക്റ്റ് ടൈമിലാണ് നമ്മൾ വന്നത്. ശരിക്കും സുധേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ആ ഒരു പരിപാടി, അത് ജസ്റ്റ് വരുമ്പം അത് സെർവ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ആദ്യമേ നമുക്ക് പുറത്തേക്ക് പോവാം. പുറത്താണ് നമ്മുടെ മെയിൻ വൈബ് സ്ഥലം. വാവ്, ഇവിടേക്ക് ഇറങ്ങി വരുമ്പോ തന്നെ ഒരു കാറ്റില്ലേ, ഇവിടെ അല്ല അപ്പുറത്തെ സൈഡിൽ പോയി ഒന്നുകൂടെ കാറ്റുണ്ടാവും. ഇവിടെ ഇങ്ങനെ നമ്മുടെ ഒരു വെള്ളച്ചാട്ടം, കസേരയിലോട്ടിരുന്നേ ഇതിന്റെ മേളിൽ കാലൊക്കെ എടുത്ത് വെച്ചിട്ട് ഇപ്പൊ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാലേ ഒരു 5 മിനിറ്റ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ടിരുന്ന് ഉറങ്ങാം. ഈ ശബ്ദത്തിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് നമ്മുടെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു ചെറിയ സൗണ്ട് ഉണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബുദ്ധനൊക്കെ അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ലൈറ്റ് മറ്റേ ബുദ്ധിസ്റ്റ് മ്യൂസിക് കൂടെ കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും. കംപ്ലീറ്റ് ആംബിയൻസ് ആയി. പക്ഷേ ഇപ്പൊ പകല് നടക്കൂല, പകല് നിറച്ച് വണ്ടികളുടെ സൗണ്ടാണ്, ഫോണും ബഹളവും പരിപാടികളും. രാത്രി ആകുമ്പോഴത്തേക്കിനും നമുക്ക് വണ്ടിയുടെ സൗണ്ട് ഒക്കെ ഒതുങ്ങി കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു ആംബിയൻസ് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് പിന്നെ നമുക്ക് ഇവിടെ ഒരു വേൾഡ് മാപ്പ് ഒക്കെ ഉണ്ട്. അങ്ങനെ ട്രിപ്പിനൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കാം, ഇനി എവിടെ പോകണം, ഇനി ഇവിടെ വേണം നോക്കാം അല്ലേ. അപ്പോ അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ മാക്സിമം നമ്മൾ പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചു. കുറെ പ്ലാന്റുകൾ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു ഗ്രീൻ സ്പേസ് ആക്കി അതിനെ മാച്ച് ആവാൻ വേണ്ടി തന്നെ ഇവിടെ വുഡൻ ഫ്ലോറിംഗ് ചെയ്തു. അപ്പൊ ഇതിന് ഒരു മാച്ച് ആകുമല്ലോ. പക്ഷെ ഗ്രീനും കാമും ആണ് എല്ലാം ഒരു മിനിമലിസ്റ്റിക് ബട്ട് പരിപാടി ആ ഒരു രീതിയിൽ ചെയ്തു. കാരണം വേറെ പ്രത്യേകിച്ച് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ആകെ ചെയ്തിരിക്കുന്നത് വാട്ടർഫോൾ ആണ് നമ്മൾ ഫിസിക്കലി ചെയ്തിരിക്കുന്ന ഒരു വർക്ക്. പിന്നെ വുഡൻ ഫ്ലോർ ചെയ്തു, പിന്നെ പ്ലാന്റ്സ്, പിന്നെ അവിടെ വരുന്ന ഓരോ എലമെന്റ്സ് ആണ് നമുക്ക് അതിനെ ഒരു ഭംഗിയാക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ആ ഒരു വ്യൂ നല്ല രസമാണ്. 17ാമത്തെ നിലയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് കൊച്ചിയുടെ എല്ലാ ഭാഗവും നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. സ്റ്റേഡിയം, പിന്നെ അങ്ങ് ദൂരെ ഷിപ്പ് യാർഡിന്റെ സ്ഥലങ്ങൾ കണ്ട്. പിന്നെ നമുക്ക് കൊച്ചിയിലെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ 4 ബെഡ്റൂംസ് ഉണ്ട്. 4ഉം അറ്റാച്ച്ഡ് ആണ്. ജസ്റ്റ് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ താമസമൊക്കെ തുടങ്ങിയോണ്ട് ഹോട്ടൽ പോലെ ഒന്നും അല്ല കേട്ടോ, വീടാണ്. ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ വുഡൻ ഫ്ലോറിംഗ് ആയിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിൽ. അത് ഒരു ബിൽഡർ അങ്ങനെ തന്നെയാണ് ചെയ്തു തന്നിരിക്കുന്നത്. ഗ്രീൻ കളർ എല്ലായിടത്തും ഗ്രീൻ ആണ്. ഇവിടെ കട്ടിൽ വരെ ഗ്രീൻ ആണ്. എല്ലാം ഇതൊരു ലീവ് ഗ്രീനിൽ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. മനസ്സിലായി. എല്ലായിടത്തും ഒരു ചെറിയ ഗ്രീൻ. ഇത് ഇങ്ങനൊന്നും ആയിരുന്നില്ല, നമ്മളിത് ചെയ്ത് വന്നപ്പോ ഇങ്ങനെയൊക്കെ ആയതാണ്. ഓരോ റൂമും ഓരോ തീമായിരുന്നു പ്ലാൻ ചെയ്തത്. ലാസ്റ്റ് സമയത്ത് നമ്മൾ മാറ്റിയതാണ്. ഞാനിപ്പോ ഈ ഒരു ജനൽ ഞാനൊന്ന് തുറന്നു തരാം. നമുക്ക് ഈ ജനൽ തുറന്നാൽ നോർമലി ഈ ഭാഗത്ത് നല്ല കാറ്റായിരിക്കും വൈകിട്ടാകുമ്പോഴത്തേക്കിനും. പിന്നെ നമുക്ക് സൂര്യൻ അസ്തമിക്കുന്ന ഈ ഭാഗത്ത് കാണാൻ പറ്റും. അപ്പോ ബാൽക്കണിയിൽ അപ്പുറത്ത് അടുക്കളയുടെ ബാക്കിലുള്ള ഒരു ബാൽക്കണിയിലാണെങ്കിലും നല്ല കാറ്റ് യൂഷ്വലി വരാറുണ്ട്. ഡിപ്പെൻസ്, പല സമയങ്ങളിൽ ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരും. ഇതിനകത്തും എന്റെ മകന്റെ
കലാവിരുദ്ധകളാണ് ഗൈസ്. പകുതി ഇലയൊക്കെ കാർന്ന് തിന്നു അല്ലേ. ഇടക്കിടക്ക് അവന് തുടക്കത്തിലൊക്കെ വന്ന് ഒരു ചെറിയൊരു രീതിയിലൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യും. നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ ബാൽക്കണി ഇല്ല. ഇവിടെ നമുക്ക് ഇത്തരത്തിലൊരു ഏരിയ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഫുള്ളി തുറക്കാം. മൊത്തത്തിൽ ഇങ്ങനെ തുറക്കാം. നല്ല കാറ്റ് കയറും. നൈറ്റ് ഒക്കെ തുറന്നിട്ട് ആ വ്യൂവിന്റെ ഒപ്പം കൊതുകും കൂടെ കയറി വരും. കൊച്ചിയാണല്ലോ, 17ാമത്തെ നില എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആംബിയൻസ് ഉണ്ടാവും, പക്ഷെ കൊതുകിന്റെ ആംബിയൻസും കൂടെ വരും. അതൊക്കെ ഉണ്ടാവും. കൊതുകിനെ കൂടെ നമ്മൾ സഹിക്കണം എന്നുള്ളതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ബാൽക്കണി ഇല്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ബാക്കി എല്ലായിടത്തും ബാൽക്കണി ഉണ്ട്. അടിപൊളി. പിന്നെ 360 ഡിഗ്രി എന്ന് പറയാലോ. തീർച്ചയായിട്ടും അതെ, ശരിക്കും 360 ഡിഗ്രി വ്യൂ കിട്ടും. വ്യൂ ഉണ്ട്. ഈ ലൈറ്റ് ഒന്ന് പൊക്കി നോക്കിയേ. നല്ല വെയിറ്റ് അല്ലേ? നല്ല വെയിറ്റ് ഉണ്ട്. ഇത് സിമ്പിളാണ്. ഐക്യെന്ന് വാങ്ങിച്ചതാ. ഓക്കെ, പക്ഷെ നമ്മള് കണ്ടാ തോന്നത്തില്ല ഇത്ര വെയിറ്റ് ഉണ്ടോ. നല്ല വെയിറ്റ് ഉണ്ട് ഇത്. ഇതിന് മാച്ച് ആയിട്ടുള്ള ഒരു സംഭവം ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ട്. അതും നമുക്ക് പൊക്കാൻ പറ്റത്തില്ല പെട്ടെന്ന്. നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. ശരി. ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ ആർക്കിടെക്ടിന്റെ ഒരു ഭാവനയിൽ വന്ന സംഭവങ്ങളാണ്. ഞാൻ ഇവിടെയുള്ള ഫർണിച്ചേഴ്സ് മിക്കതും ഞാൻ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നാ. ഫർണിച്ചേഴ്സ് അല്ല, ചൈനയിൽ പോയി എടുത്തിട്ട് വന്ന. വാർഡ്രോബ്സ് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ ചൈനയിൽ നിന്ന് റെഡിയാക്കിയതാണ്, ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ശരി. 2 ഫാക്ടേഴ്സ് ഉണ്ടോ. കോസ്റ്റ് കുറയും, നല്ല മോഡൽസ് കിട്ടും എന്നുള്ളൊരു ഉദ്ദേശത്തോട്. ഷേപ്പുള്ള സാധനങ്ങൾ കിട്ടുകയും. അതെ, ഇപ്പൊ ഈ കട്ടിലൊക്കെ ആണെങ്കിലും ചെറിയ പൈസയേ ഉള്ളൂ. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ ആണെങ്കിലും എല്ലാം ചെറിയ പൈസക്ക് വാങ്ങിച്ച സാധനങ്ങളാണ്. പക്ഷെ ഇതൊക്കെ പർപ്പസ്ഫുള്ളും ആണ്. വലിയ എക്സ്പെൻസീവ് അല്ലായിരുന്നു. ചെറിയ പൈസ, നല്ല ക്വാളിറ്റി. ഈ ടവൽസേ പലയിടത്തും പല രീതിയിൽ മടക്കി വെക്കൂലേ. അപ്പൊ ചുമ്മാ നമ്മളിങ്ങനെ നോർമലി നമ്മൾ ടവൽസ് മടക്കുന്നത് എങ്ങനെയാ, ഇങ്ങനെ മടക്കി വെക്കും. ഇത് പല രീതിയിൽ നമുക്ക് മടക്കി വെക്കാൻ പറ്റും. ഇത് ഈ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ അരയന്നത്തിന്റെ ഷേപ്പിലും അങ്ങനെ പല രീതിയിലൊക്കെ മടക്കി വെക്കുന്ന കണ്ടിട്ടില്ലേ. ഇതിപ്പോ വെറുതെ നമ്മളിങ്ങനെ ഒന്ന് ചുരുട്ടി വെച്ചാൽ തന്നെ അതിന്റെ ഒരു ഭംഗി അങ്ങ് മാറും. ഇപ്പൊ ഇത് ഈ ഹോട്ടൽ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ പഠിക്കുന്നില്ലേ, അവരൊക്കെ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും പഠിക്കുന്നുണ്ട്. ഇതിപ്പോ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഭംഗി മാറും, ലക്ഷറി ഫീൽ വരുന്നു. ഇല്ലേ? ഇപ്പൊ ഇതൊക്കെ ഒന്ന് വെടിപ്പാക്കി, ഇത് വെടിപ്പാക്കിയിട്ട് ഒരു 2 ടവൽ ഇവിടെ, ഒരു ഹാൻഡ് ടവൽ അവിടെ എന്നൊക്കെ പറഞ്ഞ് വെച്ച് കഴിയുമ്പോ ഒന്ന് കയറി കിടക്കാൻ തോന്നും. ഈ ഹോട്ടലൊക്കെ പോകുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സാധനം ഹോട്ടല് എത്ര ദിവസം എനിക്കറിയത്തില്ല. അല്ല, നമുക്ക് അതിപ്പം പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അതൊക്കെ പറ്റും, പല സംഭവങ്ങളും പറ്റും. അപ്പൊ ഇതൊരു ഗ്രീൻ തീം തന്നെയാണ്. ഇത് അനിയന്റെ മുറിയാണ്. പിന്നെ അബിയുടെ മുറിയാണ്. പിന്നെ നമ്മളിവിടെ ഒരു ചെറിയൊരു വർക്കിംഗ് ടേബിൾ പോലെ ഒരു പ്രിന്റർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് പ്രിന്റർ ഒത്തിരി ആവശ്യമുണ്ട്. ഇത് നമ്മള് വരപ്പിച്ച ഒരു സാധനമാണ്. കോഴഞ്ചേരി ടു പാലാരിവട്ടം. മെട്രോ സ്റ്റേഷന്റെ ബാക്കില് ഫോർച്യൂണർ, ഞങ്ങൾ 5 പേര്. അടിപൊളി. വരപ്പിച്ചെടുത്തൊരു സാധനമാണ്. ഇത് ഒരാളെ കൊണ്ട് വരപ്പിച്ചാണ്. കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ട് ചെയ്യിച്ച സംഭവമാണ്. പിന്നെ ഇത് വളരെ സിമ്പിൾ റൂമാണ്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ വൗ ഫാക്ടർ ഒന്നും ഇല്ല. ഒരു കട്ടില്, കുറച്ച് വാർഡ്രോബ്സ്, അത്രേ ഉള്ളൂ. വേറെ ഇതിനകത്ത് വേറെ ഒന്നും ഇല്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ തൂക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ബാത്റൂം കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഹോട്ടൽ ഫീൽ കിട്ടുന്നുണ്ടോ എന്ന് ബാത്റൂമിൽ നോക്കി. നമ്മള് ബാത്റൂം എന്ന് പറയുന്നത് എപ്പോഴും ഒരു എന്താ പറയാ, ഒരു മെയിൻ സംഭവമാണല്ലോ. അപ്പൊ എനിക്ക് ബാത്റൂം ഒരു ഹോട്ടൽ റൂമിലെ പോലെ ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ബിൽഡർ നമുക്ക് തന്ന ബാത്റൂം ഇങ്ങനെ തന്നെയാണ്. ശരി. നമ്മൾ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനെ തന്നെയാണ് ബിൽഡർ നമുക്ക് ബാത്റൂം തന്നിരിക്കുന്നത്. അപ്പൊ ബാക്കിയെല്ലാം അസിഡിറ്റീസ് ആണ്. ഞാൻ പിന്നെ ഇതിനകത്ത് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ടവല് നമുക്ക് ഇത്തരത്തിൽ ഇവിടെ വെച്ച് കഴിയുമ്പോൾ കിട്ടും. 2 ടവലും പിന്നെ ഹാൻഡ് ടവലൊക്കെ ഇവിടെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ലുക്കായില്ലേ. പിന്നെ ഷവർ പാർട്ടീഷൻ ഉണ്ട്. ശരിക്കും ഈ ഒരു സംഭവം നമ്മൾ എല്ലാ വീടുകളിലും നമ്മൾ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മള് ബാത്റൂമില് നമുക്കൊരു വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും വേണം. അപ്പൊ ശരിക്കും ഈ കുളിമുറികളിലെ അപകടങ്ങൾ തടയാനായിട്ട് നമുക്ക് ഈ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും, പല ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ചെയ്യുകയാണെങ്കിൽ എന്താ എനിക്ക് തോന്നുന്നു നല്ലൊരു നമ്മളെല്ലായിടത്തും പോകുമ്പോഴും നമുക്ക് കാണുന്ന ഓരോ സംഭവങ്ങളല്ലേ ഇതൊക്കെ. ഒരു ഫീലും അതെ, സേഫ്റ്റി അതെ. ഇനിയും സേഫ്റ്റിക്ക് വേണ്ടി ആൾക്കാർ ഹാൻഡ് റെയിൽസ് ഒക്കെ പിടിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മളൊക്കെ പ്രായമാകുമ്പോൾ പിടിച്ചു നടക്കാനൊക്കെ വേണ്ടി അതെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് റൂംസ് ഒക്കെ വലിയ വലിപ്പമൊന്നും ഇല്ല. എല്ലാം ഒരു
സാധാരണ ചെറിയ മുറിയാണ്. ലുക്സ് റിയലി ഗുഡ്. ആ ഒരു ഗ്രീൻ എല്ലായിടത്തും ഉള്ളത് കൊണ്ട് തന്നെ അതെ ഗ്രീൻ എലമെന്റ് ആയതുകൊണ്ട് ഒരു ശാന്തമായ ലക്ഷറി കാം ഫീൽ. ഇത് ഞാൻ എന്താണെന്നറിയോ, ഇത് ശരിക്കും ഇതൊരു കൊളോണിയൽ ഗ്രീനോ അങ്ങനെ എന്തോ പറയും. ഈ ചില കളേഴ്സ് ഉണ്ട്, പ്ലെയിൻ കളേഴ്സ്, നമുക്ക് ചില കളറുകൾ നമുക്കൊരു പ്രീമിയം ഫീൽ തരുന്ന കുറെ കളറുകളുണ്ട്. ഇപ്പൊ ആക്സിസ് ബാങ്കിന്റെ ബർഗണ്ടി കളർ കണ്ടിട്ടില്ലേ? പിന്നെ അങ്ങനെ ചില കളറുകളുണ്ട്. അങ്ങനത്തെ കുറെ കളേഴ്സ് നമുക്ക് ഭയങ്കര പ്രീമിയം ഫീൽ തരുന്ന കളറുണ്ട്, ഗ്ലോസി മെറൂൺ ഒക്കെ പറയുമ്പോൾ. അപ്പൊ അങ്ങനത്തെ കുറെ കളർ ഷെയ്ഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ ഒരു ഗ്രീൻ വളരെ പ്ലെയിൻ ആണ്, അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കളർ സെലക്ഷനിൽ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഓവറായിട്ട് ഒരുപാട് ബ്രൈറ്റ് കയറ്റാതെ അതെ സൈലന്റ് ബട്ട് പ്ലെയിൻ വൈറ്റ് ഭിത്തി, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ തന്നെ അവിടെ ചെളി ആയിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ടച്ചപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ചെളിയാവും. കാരണം വൈറ്റ് ഭിത്തി നമുക്ക് കുറച്ച് പാടാം, പക്ഷെ ഭംഗി വേണ്ടപ്പോ കുറെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതെ എല്ലാം കൂടെ നമുക്ക് റെഡി ആവൂല. പിന്നെ ഇനി നമുക്കൊരു ഗസ്റ്റ് റൂമും കൂടെ ഇവിടെ ഉണ്ട്. ഞാൻ ഗസ്റ്റ് റൂമും കൂടെ കാണിച്ചു തരാം. ഇവിടെയാണത്. ഇവിടെ ഇതൊക്കെ ഇപ്പൊ ആൾക്കാരുണ്ട്. ഗസ്റ്റ് റൂം എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ നമ്മൾ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് രാത്രി ഉറങ്ങാൻ കൊടുക്കാൻ വേണ്ടിയുള്ള മുറി. ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ട്. ഏറ്റവും കൂടുതൽ വലിയ ബാൽക്കണി, ഏറ്റവും വ്യൂ ഉള്ളതും ഗസ്റ്റ് റൂമിലാണ്. അതാണ് ഹോസ്പിറ്റാലിറ്റി. അതെ ഇതൊരു ഒരു സ്റ്റോറേജ് ഒക്കെ ഉള്ള ബെഡാണ്. ഇതിനടിയിൽ കുറെ സാധനങ്ങളുണ്ട് വെക്കാൻ പറ്റുന്ന. പിന്നെ ഇതിനകത്തും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, മോളുണ്ട്. ബാൽക്കണി നല്ല അടിപൊളി ബാൽക്കണി അല്ലേ? അതെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നും കാറ്റ് കയറും, പുറത്തേക്ക് ഇറങ്ങാം. അടിപൊളി. കണക്ട് ആവും, അങ്ങോട്ടേക്ക് കണക്ട് ആവും അല്ലേ? ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു വീട്. അതെ മാക്സിമം സിമ്പിൾ ആയിട്ട് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 2800 സ്ക്വയർ ഫീറ്റ് 2800 സ്ക്വയർ ഫീറ്റ് ആണ് അവര് മൊത്തത്തിൽ പറയുന്നത് സെയിലബിൾ ഏരിയ. ഓക്കെ. പിന്നെ ഞങ്ങള് വലിയ ഫാമിലി അല്ലേ, ഞങ്ങൾ 5 പേരല്ലേ. ഞങ്ങൾ 5 പേരെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് 4 ബെഡ്റൂം വേണം. ഈ ഋഷി വലുതാവുമ്പം ഗസ്റ്റ് റൂം മിക്കവാറും അവൻ കൈയടക്കും. ഉറപ്പല്ലേ? ഇപ്പൊ തന്നെ കൈ കിടത്തുന്നുണ്ട്. അതെ. അപ്പം ഇവിടെ ഇരിക്കുന്ന സമയങ്ങൾ എപ്പോഴൊക്കെയാണ്? എനിക്ക് ഇതുവരെ ഇവിടെ ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല, കാരണം ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആവുന്നത്. അപ്പൊ ഫ്രീ ആയി വരുമ്പോഴത്തേക്കും യാത്രകൾ പോയി തുടങ്ങണം. അപ്പൊ ഇനി ഇവിടെ ഇരിക്കാൻ സമയം കണ്ടെത്തണം. അതെ, ഇടയ്ക്കൊന്ന് അൺവൈൻഡ് ചെയ്യാൻ വന്നിരിക്കുക എന്ന് പറയാം. തീർച്ചയായിട്ടും അടിപൊളി. ഇനി ഫ്രണ്ടില് നമ്മളുടെ അങ്ങനെ ഇതാണ് നമ്മൾ ഫസ്റ്റ് കടന്നു വരുമ്പോൾ കാണുന്ന നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത്. പ്ലേ ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വീട്ടില് ഞാൻ ഇതുവരെ 32 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. 32 രാജ്യങ്ങളിൽ നിന്നുമുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഈ വീട്ടിലുണ്ടാവും. പല സ്ഥലങ്ങളിലായിട്ട് ഓരോന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നത് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും കൊണ്ടുവരുന്ന സാധനങ്ങൾ വെക്കാനായിട്ട് പല സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം ഹിയർ നോക്കുവാണെങ്കിൽ മണികള്, അതായത് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത മണികളാണ്. അതാ ഓരോ രാജ്യത്തിന് പേരും ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അത് ഇങ്ങനെ നിരത്തി പിടിക്കണം. ഞാനൊരു വെറുതെ അവിടെ വെച്ചതേ ഉള്ളൂ. ഇതൊക്കെയോ? ഇത് ന്യൂസിലാൻഡിൽ നിന്ന്. അത് ഞാൻ അവിടെ വെച്ചപ്പോ ഇവിടെ എന്തെങ്കിലും വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ ഇവിടെ എടുത്ത് വെച്ചാണ്. ഇത് ന്യൂസിലൻഡിന്റെ മൗറി എന്ന് പറയുന്ന ഒരു ട്രൈബ്സ് ഉണ്ട് ന്യൂസിലൻഡില്. ശരി. മൗറികളുടെ ഒരു തനതായ ഒരു സംഭവമാണത് ന്യൂസിലൻഡിന്റെ. ന്യൂസിലൻഡ് ഇംഗ്ലീഷ് മാത്രമല്ല സംസാരിക്കുന്നത്, മൗറി എന്ന് പറഞ്ഞൊരു ഭാഷ സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. അവിടെ പോയപ്പോഴാണ് മനസ്സിലാക്കിയത്. നമുക്കും അറിയില്ല. എനിക്കും അറിയില്ല. ഞാനതൊരു ഇംഗ്ലീഷുകാരുടെ രാജ്യം എന്ന് എഴുതിയിരിക്കുകയാണ്. പക്ഷെ അല്ല, അത് ഇംഗ്ലീഷുകാർ അവിടെ കുടിയേറിയവരാണ്, അതിക്രമിച്ച് കയറിയവരാണ് എന്നാണ് പറയുന്നത്. ഇരിപ്പുണ്ട്. ഇതൊരു ജാപ്പനീസ് കിമോണോ ആണെന്ന് തോന്നുന്നു. കിമോണോ ധരിച്ച ഒരു യുവതിയുടെ ഒരു സാധനമാണ്. കാണുമ്പോഴും അറിയാം അവരുടെ ഒരു കിമ്മി ഡോൾ എന്നാണ് ഇതിനെ പറയുന്നത്. കിമ്മി ഡോൾ. ഇതിങ്ങനെ പല ടൈപ്പ് കളക്ട് ചെയ്യുന്ന അവരുടെ ഹോബിയാണ്. അപ്പൊ അങ്ങനെ ഓരോരോ സാധനങ്ങൾ. ഇവിടെ മുമ്പിൽ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ നമ്മുടെ തുളസിത്തറ ഒക്കെ ഇവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. തുളസിത്തറ അത് കൊള്ളാലോ, നല്ല തുളസിത്തറ. പിന്നെ ഇവിടെ രാവിലെ വേണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ രാവിലെ ഇടിക്കുകയാണെങ്കിൽ സൺറൈസ് ഒക്കെ കണ്ടൊരു ചായ ഒക്കെ കുടിച്ചിരിക്കാം വേണമെങ്കിൽ. എനിക്ക് ഇതുവരെ സൺറൈസ് കാണാൻ ഞാൻ എണീറ്റിട്ടില്ല. ഞാൻ രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കുന്ന ആളാണ്. ശരി. കാരണം ഉറങ്ങുന്ന ലേറ്റ് ആവുകയെ. അപ്പൊ സൺറൈസ് ഇതുവരെ കാണാൻ എണീക്കാൻ പറ്റിയിട്ടില്ല. ഇത് തുളസിത്തറ അല്ലേ? തുളസിത്തറ, തുളസിയുണ്ട്. പിന്നെ ഇവിടെയും കുറെ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അത് അച്ഛന്റെ അമ്മയുടെ റൂമിന്റെ ബാൽക്കണിയാണ്. ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കാം. അടിപൊളി. ഇരിക്കാൻ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതെ. എല്ലാ സൈഡും നോക്കി കഴിഞ്ഞാലും ഉണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഏത് കാറ്റുണ്ട്. നല്ല എവിടെ നോക്കിയാലും മെട്രോ പോകുന്നതും കാണാം.
accessibility and everything is അടിപൊളി. അതെ, ഞാൻ പറഞ്ഞില്ലേ മെട്രോയുടെ ഇന്റർസെക്ഷൻ പോയിന്റ് ആണിത്. രണ്ട് മെട്രോ ഒരുമിച്ച് ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആണിത്. അത് നമുക്ക് ഇവിടെ കറക്റ്റ് അതിന്റെ നമ്മുടെ തന്നെ പോയിന്റിലാണ് ഇവിടെയാണ് അത് ക്രോസ് ചെയ്യുന്നത്. ഇവിടെ അത് ഓരോ തവണ മെട്രോ വരുമ്പോ രണ്ടുപേരും ഇങ്ങനെ ക്രോസ് ചെയ്യും, ജോയിൻ ചെയ്യും. അത് എന്തോന്നറിയില്ല, അത് അവിടെ അങ്ങനെ സംഭവിക്കാറുണ്ട്. കറക്റ്റ്. യെസ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് അവർ ചെറിയ കുട്ടി ലിറ്റിൽ. പിന്നെ നമ്മുടെ കിച്ചൺ, ഓപ്പൺ കിച്ചൺ. കിച്ചൺ കാണിച്ചില്ലല്ലേ? ഇല്ല, കം ഓൺ. ഞാൻ എന്താ മറന്നു പോകുന്നില്ല. ഞാനുണ്ടല്ലോ. കിച്ചണൊക്കെ ഇച്ചിരി അലമ്പാണ്, ഒന്നും വിചാരിക്കരുത്. കിച്ചൺ നമ്മൾ ഇവിടെ ആസ് യൂഷ്വൽ പാചകമൊക്കെ തുടങ്ങി. അതെ, ഇത് ഇറ്റാലിയൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ ചെയ്തതാണ്. കാണുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫിനിഷിംഗ് മറ്റൊക്കെ നമുക്ക് കാണാം. ഇത് ജസ്റ്റ് പ്ലെയിൻ മറ്റേ ഗ്ലാസ്സിൽ നമ്മുടെ പണ്ടൊക്കെ ജനലിട്ടിരുന്ന ടൈപ്പ് ഡിസൈൻ ആയത് കണ്ടോ? അപ്പൊ അത്തരത്തില് ഇങ്ങനെ ചെയ്തിരിക്കും. എന്താ വേണ്ട ഋഷിക്ക്? എന്തിനാ പ്ലേറ്റ് വേണ്ടേ? ഋഷി കഴിച്ചു കഴിഞ്ഞല്ലേ? എന്നാ ഋഷിയുടെ പ്ലേറ്റ് എന്നാ അതിൽ വെച്ചോ കേട്ടോ, അതിൽ വെച്ച് കഴിച്ചോട്ടോ, അവിടെ പോയിരുന്ന് കഴിച്ചോട്ടോ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. യെസ്. പിന്നെ ഇതൊരു ഐലൻഡ് കിച്ചൺ ആയിട്ട് ചെയ്താണ്. കാരണം നമ്മുടെ വിശ്വാസപ്രകാരം കിഴക്കോട്ട് നോക്കി ഇന്ന് പാചകം ചെയ്യണം. ഓക്കെ. അപ്പൊ ഇവിടെ ആയിരുന്നു ശരിക്കും പാചകത്തിന്റെ സെറ്റപ്പ് വന്നത്. അപ്പൊ നമ്മളത് കിഴക്ക് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കിഴക്കോട്ട് നോക്കി ഇന്ന് പാചകം ചെയ്യാൻ വേണ്ടി ഇത്തരത്തില് ഒരു സംഭവം റെഡിയാക്കി. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഫിക്സ് ചെയ്യേണ്ടി വന്നു, കസ്റ്റമൈസ് ചെയ്ത് അല്ലേ? കുറച്ച് കസ്റ്റമൈസ് ചെയ്യേണ്ടി വന്നു ഇവിടെ. പിന്നെ ഇത് കോട്സ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പല മെറ്റീരിയൽസ് പല ആൾക്കാർ യൂസ് ചെയ്യും. പിന്നെ ഇവിടെ ഒരു പുറത്തൊരു ബാൽക്കണി ഉണ്ട്, അങ്ങോട്ടേക്ക് പോകണ്ട, അവിടെ ഇപ്പൊ ഡംബിയാർഡാണ്. പിന്നെ തുണി ഉണക്കാനും മറ്റൊക്കെയുള്ള സ്ഥലം. പിന്നെ ഇത് അത്യാവശ്യം കൊള്ളാട്ടെ. എനിക്ക് കിച്ചൺ ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് ഭയങ്കര എനിക്ക് എളുപ്പമായിട്ട് ഫീൽ ചെയ്തു. ഇത് ഒരു ബാസ്കറ്റ് ഉണ്ടല്ലേ, നമുക്ക് സവാളയും കിഴങ്ങും അങ്ങനെ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടി ഈസി ആയിട്ട് വെക്കാനും ഒക്കെ ഉള്ള. പിന്നെ ഒരു ഓവൻ ഉണ്ട്, പിന്നെ ഒരു ഫ്രയർ ഉണ്ട്, മിക്സി, ബേസിക് ഒരു വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ ഇവിടത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ദോശയൊക്കെ ചുട്ടിട്ട് ഇങ്ങോട്ട് എടുത്ത് തരാം, ഇങ്ങനെ സെർവ് ചെയ്യാം. അവിടെ ഒരു ചെയർ ഇട്ടിരിക്കുന്നു. അത് പ്രാക്ടിക്കലി വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഒരു ഓപ്പൺ കിച്ചൺ ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ളത്. ആകെയുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇത് എപ്പോഴും ക്ലീൻ ചെയ്തിടണം എന്നുള്ളതാണ്. മനസ്സിലായി. കാരണം അടുക്കള നമ്മൾ വീട്ടില് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇച്ചിരി റഫ് ആയിട്ടല്ലേ എല്ലാവരും ചെയ്യുന്നത്. ഓപ്പൺ കൂടെ ആകുമ്പോൾ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ കഴിഞ്ഞോ, താങ്ക് യു, ഗുഡ് ബൈ, ഗുഡ് ബൈ കഴിഞ്ഞു. അപ്പോ നമ്മൾ എപ്പോഴും ഒന്ന് കെയർഫുൾ ആയിട്ട് ഇട്ടില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ കാണും. ചെയ്യുമ്പോ ഇപ്പൊ തന്നെ നോക്കുമ്പോ കാണാം അവിടെ ഇവിടെയൊക്കെ. ഇവിടെ ആ കളേഴ്സ് ഒക്കെയാണ് മൊത്തത്തിൽ അത് തന്നെയാണ് പിടിച്ചേക്കുന്നത്. കളർ തീം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്തൊക്കെ ആണെങ്കിലും എല്ലാം ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറെ സംഭവം ഇതൊക്കെ സ്റ്റോറേജുകളാണ്, എല്ലാം മൾട്ടിപ്പിൾ സ്റ്റോറേജ് സംഭവങ്ങളാണ് എല്ലായിടത്തും. കൊള്ളാട്ടോ സംഭവം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കിച്ചൺ ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ് ആണെങ്കിലും നമ്മൾ ഇത്തരത്തില് കൺസീൽഡ് ആയിട്ട് വെച്ചു. പിന്നെ പാത്രം കഴുകി വെക്കാനുള്ള സ്ഥലം ഇവിടെ മുകളിലുണ്ട്, ഇത്തരത്തിൽ പൊക്കിയാൽ മതി, അവിടെ നമുക്ക് കഴുകി വെക്കാം. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ലൊരു സംഭവം, അടിപൊളി. ഇതാണ് പരിപാടി. ഇനി നമ്മൾ മിസ് ചെയ്തില്ലല്ലോ, പൂജാമുറി ഇവിടെ ഉണ്ട്. പൂജാമുറി ഇവിടെയാണ്. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ ആ വോളിൽ നമ്മൾ കുറെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന കുറെ സാധനങ്ങൾ മറ്റൊക്കെ വെച്ചിട്ടുണ്ട് പൂജാമുറിയില്. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു പൂജാമുറിയുടെ മുമ്പിൽ ഇരുന്ന് നോൺ വെജ് കഴിക്കേണ്ടി വരില്ലേ എന്നൊക്കെ. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ സ്ഥലം ഉള്ളതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടിപൊളി. അപ്പൊ എന്തായാലും ഇനിയിപ്പം അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുമ്പം ഇവിടുന്ന് തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. തീർച്ചയായും നമുക്ക് ഉണ്ടാക്കണം, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം. നമ്മളൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെളിയിൽ നിന്ന് ഓർഡർ ആണ് ചെയ്തത്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് ഉണ്ടാക്കി നമുക്ക് കഴിക്കണം. പിന്നെ എന്തായാലും നിങ്ങളുടെ ദുൽഖറിന്റെ ഭാഷയിൽ 2 ഡയലോഗ് പറയാമോ? നിങ്ങളെ ദുൽഖറിന്റെ സൗണ്ട് അത്യാവശ്യം നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ശരി, അപ്പൊ ദുൽഖർ വീട്ടിൽ വരുവാണ്. ദുൽഖർ വീട്ടിൽ വന്നിട്ട് നമ്മളൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തു. ഹലോ, ഹായ് സുജിത്, how are you? I'm good, how are you? Hope you're doing good. I'm a great fan of you. എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ മീൻ ഈ ഓപ്പൺ കിച്ചണും നിങ്ങളുടെ ഈ സ്പേസും ഇറ്റ്സ് റിയലി അമേസിംഗ്. എന്തായാലും അബിയുടെ ചാനൽ കാണാറുണ്ട്. ഞാൻ വാപ്പച്ചിയായിട്ട് വരാം നെക്സ്റ്റ് ടൈം. ഓ ഡെഫിനറ്റ്ലി. ഓക്കെ, ബൈ. താങ്ക് യു. ദുൽഖർ വന്നില്ലെങ്കിലും വീണ്ടും നെക്സ്റ്റ് ടൈം നമ്മൾ വരുമ്പോൾ ഒരുമിച്ച് ഫുഡൊക്കെ അടിച്ച് ഹാപ്പി ആയിട്ട് എന്തായാലും താങ്ക് യു. ഋഷിക്കുട്ടാ ഒരു ബൈ പറയുന്നോ? ഒരു ബൈ പറയോ ഋഷി? പറഞ്ഞേ, അവരുടെ ക്യാമറയ്ക്ക് ഒരു ബൈ പറയോ? പപ്പടം കൊതിയനാണ്. പപ്പടം കൊതിയനാ. ഇത് ഋഷിക്കുട്ടാ.
കണ്ടോ വെച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക്സ് ഫോർ കമ്മിങ്. യെസ്, ബൈ, ടേക്ക് കെയർ.